നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേബിൾ TV മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വൈദ്യുതി വകുപ്പിന്റെ ഉറപ്പ്. നിരാഹാര സമരം അവസാനിപ്പിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനകത്തേക്ക് ശനിയാഴ്ച ഉച്ചവരെ സ്വകാര്യ ബസ്സുകൾ കയറുന്നത് നിർത്തിവെച്ചു. നഗരസഭയും സ്വകാര്യ ബസ് ഉടമകളും നടത്തിയ ചർച്ചയെ തുടർന്ന് സമരം പിൻവലിച്ചു. സ്വകാര്യ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറി തുടങ്ങി. 10-നകം റോഡ് പണി തീർക്കുമെന്ന് നഗരസഭ. കർഷകരുടെ കണ്ണുനീരൊപ്പുവാൻ പാടിയിലെ വെള്ളരിപ്പാടത്ത് പഞ്ചായത്ത് ഭരണാധികാരികളും കൃഷിവകുപ്പ് അധികൃതരും എത്തി. വെള്ളരിക്ക് വിപണി സൗകര്യം ഒരുക്കുമെന്നും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുവാൻ നടപടി സ്വീകരിക്കുമെന്നും അധികൃതരുടെ ഉറപ്പ്. KCN ഇംപാക്ട്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. ചാർജ് വർധനയടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കാസർകോട്ടെ ഉപ്പുവെള്ള വിതരണം. പ്രതിഷേധാഗ്നി തീർത്ത് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് ബഹുജന മാർച്ച്. വാർത്തകൾ വിശദമായി. COA സെക്രട്ടേറിയറ്റ് സമരം അവസാനിപ്പിച്ചു. കേബിൾ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന വൈദ്യുതി വകുപ്പിന്റെ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. വൈദ്യുതി തൂണുകളുടെ വാടക നിരക്ക് കുത്തനെ ഉയർത്തിയതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ 5 ദിവസമായി COAയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരം നടത്തിവരികയായിരുന്നു. സമരം ശക്തമായതോടെ വൈദ്യുതി വകുപ്പ് തന്നെ പ്രശ്നത്തിൽ ഇടപെട്ടു. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് അവർ ഉറപ്പു നൽകി. ഇതോടെയാണ് സമരത്തിൽ നിന്ന് പിന്മാറാൻ അസോസിയേഷൻ തീരുമാനിച്ചത്. അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉറപ്പ് കിട്ടിയതോടെ നിരാഹാര സമരം അനുഷ്ഠിക്കുകയായിരുന്ന K രാധാകൃഷ്ണനും CR സുധീറും സമരം നിർത്തി. മന്ത്രിമാരും ജനപ്രതിനിധികളുമടക്കം നിരവധി പേരാണ് അഭിവാദ്യമർപ്പിക്കാൻ സമരപന്തലിലെത്തിയത്. വ്യത്യസ്തമായ സമരമുറകൾ കൊണ്ട് സമരം ഏറെ ശ്രദ്ധേയമായിരുന്നു. കേബിൾ മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന വൈദ്യുതി വകുപ്പിന്റെ തീരുമാനത്തിൽ പരക്കെ ആഹ്ലാദം. കാഞ്ഞങ്ങാട്ട് COAയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തി. തിരുവനന്തപുരത്ത് COA നടത്തിയ സമരം വിജയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കാഞ്ഞങ്ങാട്ട് ആഹ്ലാദ പ്രകടനം നടന്നു. നോർത്ത് കോട്ടച്ചേരിയിൽ നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റിയ പ്രകടനം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. പ്രകടനത്തിന് ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര, ജില്ലാ സെക്രട്ടറി സതീഷ് K പാക്കം, സംസ്ഥാന കമ്മിറ്റി അംഗം M ലോഹിതാക്ഷൻ, മേഖലാ പ്രസിഡന്റ് ശ്രീനാരായണൻ, മേഖലാ സെക്രട്ടറി മനോജ് VV എന്നിവർ നേതൃത്വം നൽകി. നമ്മൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രിയ പ്രവർത്തകരായ കഴിഞ്ഞ 4 ദിവസം കഴിഞ്ഞു 5ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ 5 ദിവസം നിരാഹാര സമരം നടത്തിവെച്ച നമുക്ക് വേണ്ടി കേരളത്തിലെ 3000-ഓളം ഓപ്പറേറ്റർമാർക്ക് വേണ്ടി നിരാഹാര സമരം കഴിഞ്ഞ 5 ദിവസമായി പട്ടിണിയിൽ കേരള തലസ്ഥാന നഗരിയിൽ അതുപോലെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ CR സുധീർ നടത്തിവരുന്ന അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി ഈ വിജയത്തിന്റെ ഭാഗമായി സമാപിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അവരോട് 2 പേരോടുമുള്ള നമ്മുടെ നന്ദി അറിയിക്കാതെ വയ്യ. അവർക്കുള്ള അഭിനന്ദനങ്ങളും ജില്ലാ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പേരിൽ ഞാൻ അറിയിക്കുന്നു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത നഗരസഭയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച ഉച്ചവരെ സ്വകാര്യ ബസ്സുകൾ സ്റ്റാൻഡിനകത്തേക്ക് കയറുന്നത് നിർത്തിവെച്ചു. സ്റ്റാൻഡ് ഫീസ് അടയ്ക്കില്ലെന്നും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കണമെന്ന ബസ്സുടമകളുടെ നിരന്തരമായ ആവശ്യത്തിന് ഫലം കാണാത്തതിനെ തുടർന്നാണ് ശനിയാഴ്ച മുതൽ സ്വകാര്യ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നത് നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. ഇതേ തുടർന്ന് രാവിലെ മുതൽ ഒരു ബസ്സും സ്റ്റാൻഡിൽ കയറിയില്ല. റോഡ് നന്നാക്കുന്നതുവരെ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറില്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു അസോസിയേഷൻ ഭാരവാഹികൾ. എന്നാൽ വൈകിട്ടോടെ നഗരസഭാ അധികൃതരും ഭരണാധികാരികളും ചർച്ചയ്ക്കെത്തി. മെയ് 10 പ്രവൃത്തി തീർക്കുമെന്ന് നഗരസഭാ അധികൃതർ ഉറപ്പു നൽകി. ഇതോടെ സമരത്തിൽ നിന്ന് പിന്തിരിയാൻ അസോസിയേഷൻ തീരുമാനിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിൽ 3 വർഷത്തോളമായി പൊട്ടിപ്പൊളിഞ്ഞ റോഡിന്റെ ശോചനാവസ്ഥയെ തുടർന്ന് ഇന്നു മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് അകത്തേക്ക് ബസ് കയറുന്നത് നിർത്തിവച്ചിരുന്നു. പക്ഷേ മുനിസിപ്പാലിറ്റിന്റെ അധികൃതരുമായി ചർച്ച നടത്തി പുതിയ ബസ് സ്റ്റാൻഡ് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം 10-ാം തീയതിക്കകത്ത് ഞങ്ങൾ റിപ്പയർ ചെയ്ത് തന്നിരിക്കുന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിൽ നിന്ന് ഒഴിവായി ബസ് അകത്തേക്ക് കയറാൻ വേണ്ടി തീരുമാനിച്ചു. ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു.
പറഞ്ഞ തീയതിക്കകം പണി തീർത്തില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കർഷകരുടെ കണ്ണുനീരൊപ്പുവാൻ പാടിയിലെ വെള്ളരിപ്പാടത്ത് അധികൃതരെത്തി. വെള്ളരിക്ക് വിപണി സൗകര്യം ഒരുക്കുമെന്നും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുവാൻ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് അധികൃതരുടെയും കൃഷിവകുപ്പിന്റെയും ഉറപ്പ്. KCN ഇംപാക്ട്. വിപണി കണ്ടെത്തുവാനാകാതെ പ്രതിസന്ധിയിലായ പാടിയിലെ വെള്ളരി കർഷകരുടെ കണ്ണുനീരിന് പരിഹാരമായി കൃഷി ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ഭരണാധികാരികളും കുടുംബശ്രീ അധികൃതരും പാടിയിലെ വെള്ളരിപ്പാടങ്ങൾ സന്ദർശിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകി. വിപണി കിട്ടാത്തതിനെ തുടർന്ന് പാടിയിലെ വെള്ളരി കർഷകർ അനുഭവിക്കുന്ന ദുരിതത്തെ ആസ്പദമാക്കി കഴിഞ്ഞ ദിവസം KCN വാർത്തയിൽ പ്രത്യേക റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഭരണാധികാരികളും കുടുംബശ്രീ അധികൃതരും കൃഷി ഉദ്യോഗസ്ഥരും വെള്ളരിപ്പാടം കാണുവാൻ എത്തിയത്. ആവശ്യക്കാരില്ലാത്തതിനാൽ വിളവെടുപ്പ് നടത്താതെ വെള്ളരികൾ നശിക്കുന്നതും വിഷയത്തിൽ കൃഷിവകുപ്പ് കാണിക്കുന്ന അനാസ്ഥയും തുറന്നു കാണിച്ചാണ് KCN വാർത്തയിൽ പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ടിന്റെ ഗൗരവം മനസ്സിലാക്കിയ അധികൃതർ പാടിയെ പ്രതിനിധാനം ചെയ്യുന്ന പഞ്ചായത്ത് അംഗം അപ്പക്കുഞ്ഞിയോട് വിവരങ്ങൾ ആരായുകയും ശനിയാഴ്ച വെള്ളരിപ്പാടങ്ങൾ സന്ദർശിക്കുകയുമായിരുന്നു. പാടിയിലെത്തിയ അധികൃതർ 25 ഏക്കറോളം വരുന്ന പാടത്ത് കണ്ടത് 15 ടണ്ണിലധികം വെള്ളരികൾ നശിച്ചു തുടങ്ങിയ കാഴ്ചയാണ്. പ്രശ്നത്തിന്റെ ഗൗരവം നേരിട്ട് ബോധ്യപ്പെട്ട അധികൃതർ വെള്ളരി കർഷകരുമായി വിശദമായ ചർച്ച നടത്തി ദിവസങ്ങൾക്കകം നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. ഈ പ്രദേശത്ത് 25 ഏക്കറോളം സ്ഥലത്ത് കുടുംബശ്രീ യൂണിറ്റുകളും പുരുഷ സ്വയം സഹായ സംഘങ്ങളും വെള്ളരി കൃഷി നടത്തിയതുമായി ബന്ധപ്പെട്ട് വിളവെടുപ്പ് എടുക്കാൻ പറ്റാത്തതിന്റെ ഭാഗമായിട്ട് നശിച്ചു പോകുമ്പോൾ KCN ചാനൽ 2 ദിവസം മുമ്പേ റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഈ റിപ്പോർട്ട് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ അടക്കം പഞ്ചായത്ത് ബന്ധപ്പെട്ട അധികാരികളടക്കം വാർഡ് മെമ്പർ എന്ന നിലയിൽ എന്നെ വിളിക്കുകയും ഇന്ന് രാവിലെ കൃഷി ഓഫീസർമാർ സന്ദർശിക്കുകയും ഇതിനെ റിപ്പോർട്ട് ചെയ്യുകയും ഇതിന്റെ ഭാഗമായിട്ട് ഈ നശിച്ചുപോയ കൃഷിയുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിൽ ഇനിയുള്ള ഉൽപ്പാദനങ്ങൾ വിറ്റഴിക്കാൻ ആവശ്യമായ മാർക്കറ്റ് കണ്ടെത്താൻ അടിയന്തരമായി ഇടപെടുമെന്നും അതോടൊപ്പം തന്നെ ഇവർക്ക് കൃഷി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുമായി ആലോചിച്ച് കുടുംബശ്രീ ജില്ലാ മിഷനുമായി ആലോചിച്ച് മതിയായ രീതിയിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ ആവശ്യമായ നടപടി എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഇന്ന് രാവിലെ അവർ സ്ഥലം വിട്ടിട്ടുള്ളത്. സംപ്രേഷണം ചെയ്യുന്ന ചാനൽ ഞങ്ങളുടെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് കൃഷി ഉദ്യോഗസ്ഥർ പാടം സന്ദർശിച്ചത്. ചെങ്കള കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ രാമകൃഷ്ണൻ, വിനോദ് കുമാർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് CB അബ്ദുള്ള ഹാജി, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി, CDS ചെയർപേഴ്സൺ എന്നിവരടങ്ങുന്ന സംഘം വൈകുന്നേരം 4 മണിയോടെയാണ് പാടം സന്ദർശിച്ചത്. വെള്ളരിക്ക് വിപണി സൗകര്യം ഒരുക്കുമെന്നും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും കർഷകരെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വെള്ളരി കൃഷി ചെയ്തിട്ട് എല്ലാം ഇവിടെ നശിച്ചിട്ട് പോകുന്ന ഇതില്ലത്, പിന്നെ വാങ്ങിക്കാൻ ആരും ആളില്ല. അങ്ങനെ ഈ വാർത്ത അറിഞ്ഞ് KCN ചാനൽ വന്നിട്ട് പിന്നെ റിപ്പോർട്ടെല്ലാം കൊണ്ടുപോയിനി. അപ്പോൾ ആ വാർത്ത അറിഞ്ഞത് ഇന്ന് കൃഷി വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്നിട്ട് ഇവിടെ സന്ദർശിച്ചിട്ട് പോയിനി. ഈ കുടുംബശ്രീ നിന്നെല്ലാം 8,000-10,000 ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്തത്. ആ കൃഷി ചെയ്തിട്ട് അതിനെ തിരിച്ചടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? വെള്ളരി കൃഷി ചെയ്തിട്ട് ഞങ്ങൾ കൃഷിയെല്ലാം നഷ്ടത്തിലായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വാർത്ത ന്യൂസ് വന്നിട്ട് KCN ചാനലിൽ ന്യൂസ് വന്നതുകൊണ്ട് ഇവരുടെ കൃഷിഭവൻ ഓഫീസർമാർ ഇവരുടെ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഞങ്ങൾക്ക് ചെറിയ സഹായം നൽകാമെന്ന് അവർ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. കൃഷി ചെയ്ത് ദുരിതം ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും അധികൃതർ നേരിട്ടെത്തി ആശ്വാസ നടപടികൾ പ്രഖ്യാപിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ഇപ്പോൾ പാടിയിലെ വെള്ളരി കർഷകർ. വെള്ളരിക്ക് വിപണി കിട്ടാത്ത കർഷകരുടെ ദുരിതം കഴിഞ്ഞ ദിവസമാണ് KCN വാർത്തയിൽ സംപ്രേഷണം ചെയ്തത്. ഇതേ തുടർന്നാണ് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ ശനിയാഴ്ച രാവിലെ പാടിയിലെ വെള്ളരിപ്പാടങ്ങൾ സന്ദർശിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തത്. വിഷയത്തിൽ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെട്ടതോടെ പാടിയിലെ വെള്ളരി കർഷകരുടെ കണ്ണുനീരിനാണ് പരിഹാരമാകുന്നത്. ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. മിനിമം ചാർജ് 10 രൂപയാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നതെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖല അതിസങ്കീർണമായ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രവർത്തന ചെലവിന് ആനുപാതികമായി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഒരു സ്ഥിരം സംവിധാനം നടപ്പിലാക്കുക, ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, കൺസെഷൻ നിർത്തലാക്കുക, റോഡ് ടാക്സ് കുറയ്ക്കുക, ഡീസലിന്റെ സെയിൽസ് ടാക്സ് കുറയ്ക്കുക, ഗതാഗത നിയമം രൂപീകരിക്കുക, ബസ്സുകളുടെ പ്രായപരിധി 15 വർഷം എന്നത് 20 വർഷമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിങ്കളാഴ്ച മുതൽ സംസ്ഥാന വ്യാപകമായി സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുകയാണെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. തിങ്കളാഴ്ച മുതൽ കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാലത്തേക്ക് സമരം നടത്തുകയാണ്. രാമചന്ദ്രൻ നായർ കമ്മീഷൻ നടപ്പിലാക്കുക, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിർത്തലാക്കുക, സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, മോഡൽ പ്രശ്നം 15 വർഷമുള്ളത് 20 വർഷമാക്കി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ തിങ്കളാഴ്ച മുതൽ നിർത്തിവെക്കുകയാണ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിരവധി തവണ ഞങ്ങൾ ഈ പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ഡിസംബർ മാസം സമരം പ്രഖ്യാപിച്ചതായിരുന്നു. പക്ഷേ ഇലക്ഷനും മറ്റു കാര്യങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടി പറഞ്ഞ ഇതുവരെയായിട്ടും അതിനെപ്പറ്റി ഒരു അക്ഷരം സംസാരിച്ചില്ല ഗവൺമെന്റ്. ഇതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ സർവീസ് നിർത്തിവെക്കുകയാണ്. സമരം ഞങ്ങളുടെ മാർഗമല്ല, പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇതുമായി മുമ്പോട്ട് പോകാൻ സഹകരിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം വളരെ മോശപ്പെട്ട രീതിയിലേക്കാണ് ഈ സർവീസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ തിങ്കളാഴ്ച തൊട്ട് സമരം നടത്തുകയാണ്. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ BC മധുസൂദനൻ, PA മുഹമ്മദ് കുഞ്ഞി, K ഗിരീഷ്, CA മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കാസർഗോഡ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഉപ്പുവെള്ളം വിതരണം ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിദ്യാനഗർ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി. പ്രതിഷേധം ആളിക്കത്തിയ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് പീപ്പിൾസ് ഫോറം, റെസിഡൻസ് അസോസിയേഷൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ചേംബർ ഓഫ് കോമേഴ്സ്, റോട്ടറി ക്ലബ്ബ്, ജെസിസ്, നഗരസഭാ പരിധിയിലെ ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മാർച്ച് നടത്തിയത്. ശനിയാഴ്ച രാവിലെ BC റോഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് മുനിസിപ്പൽ പ്രദേശങ്ങളിലും സമീപ പഞ്ചായത്തുകളിലും ഉപ്പുവെള്ളം നൽകി ജനങ്ങളെ വൃത്തിയാക്കുന്ന സമീപനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി, ചേംബർ ഓഫ് കൊമേഴ്സ്, റോട്ടറി ക്ലബ്ബ്, വിവിധ ക്ലബ്ബുകൾ, മറ്റു സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന ബഹുജന മാർച്ചാണ് ഇതുവഴി കഴിഞ്ഞു വരുന്നത്. ഈ പരിപാടി മുഴുവൻ ആളുകളും പങ്കെടുത്ത് വൻ വിജയമായി സഭയുമായി എത്തിക്കുന്നു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഉപ്പുവെള്ളം, ആ ഉപ്പുവെള്ളം ഈ നമ്മുടെ വെള്ളം അടിച്ചെടുക്കുന്ന കേന്ദ്രത്തിലേക്ക്, വാട്ടർ അതോറിറ്റിയുടെ വെള്ളം പമ്പ് ചെയ്യുന്ന സ്റ്റേഷനിലേക്ക് എത്തുന്നതിനെ തടയാനാവശ്യമായ സംവിധാനം വേണ്ടത്ര ഇല്ലാത്തതിനെ തുടർന്നാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാം. എത്രയോ വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഉപ്പുവെള്ളം കുടിക്കുന്നത് അവസാനിപ്പിക്കുന്നത്. റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ ഉപ്പുവെള്ളം കുടിക്കുന്ന ഒരവസ്ഥ വർഷങ്ങളോളം നിലകൊള്ളുന്നു. എല്ലാ വർഷത്തിലും താൽക്കാലിക തടയണ നിർമ്മിച്ചിട്ടാണ് 10 ലക്ഷം രൂപ ചെലവഴിച്ച് താൽക്കാലിക തടയണ നിർമ്മിച്ചിട്ടാണ് ഉപ്പുവെള്ളം തടയുന്നത്. പക്ഷേ ഇപ്രാവശ്യം അവർ തടയണ നിർമ്മിക്കാൻ താമസിച്ചത് കൊണ്ട് മാർച്ചിലാണ് തടയണ നിർമ്മിച്ചത്. ഉപ്പുവെള്ളം കയറി ഇപ്രാവശ്യം പോലും ഉപ്പുവെള്ളമാണ് വിതരണം ചെയ്തത്. തികഞ്ഞ അനാസ്ഥയാണ് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നത്. ആ ജലവിഭവ വകുപ്പും ആ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും ഇവിടുത്തെ നഗരസഭ, MLA, കാസർഗോഡ് MLA, ഉദുമ MLA, കുളിയാറ് വരുന്ന ഉദുമ MLA, MP എല്ലാവരും നിഷ്ക്രിയരായി നിന്നിരിക്കുകയാണ്. അതിന്റെ പ്രതിഷേധമാണ് ഞങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഇത് സൂചന മാത്രമാണ്, പ്രതിനിധികൾ അടങ്ങുന്ന സംഘടന മാത്രമാണ്. മുഴുവൻ ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഉപരോധം ഇനി ഞങ്ങൾ സംഘടനയും അതുമാതിരി തന്നെ ഉപ്പുവെള്ളം വിതരണം ചെയ്യുന്നതിനെതിരായിട്ട് ഹൈക്കോടതി, ഉപഭോക്തൃ കോടതി മുതലായുള്ള പ്രശ്നം കേസ് ഫയൽ ചെയ്യാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ഈ സന്നദ്ധ സംഘങ്ങളുടെ കൂട്ടായ്മ മുന്നോട്ട് പോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ജില്ലാ പഞ്ചായത്ത് അംഗം പാതൂർ കുഞ്ഞാമു, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, S സോമൻ,
സൈബുനിസ, CMA ജലീൽ, MK രാധാകൃഷ്ണൻ, VD ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കാസർകോട്ടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് INL ധർണാ സമരം നടത്തി. വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിലായിരുന്നു ധർണ. കാസർകോട്ടെ കുടിവെള്ളത്തിൽ ഉപ്പ് കലർന്നതിനെ തുടർന്നുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. INL ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മൊയ്തീൻ കുഞ്ഞ് കൾനാട് ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന ഈ മുനിസിപ്പാലിറ്റി ഏരിയയിൽ കുടിവെള്ളം കുടിക്കുന്നത് തന്നെ കിട്ടാക്കനിയായി കിട്ടുന്ന കുടിവെള്ളം അത് ഉപ്പുവെള്ളമായി കുടിക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി പ്രദേശത്തുള്ള ജനങ്ങൾക്ക് അനുഭവിക്കുന്ന കഷ്ടം ഇത് കണ്ണു തുറന്ന് കാണുവാൻ ഇവിടെയുള്ള MLAക്കോ അതുപോലെ മറ്റുള്ള മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ജനപ്രതിനിധികൾക്കോ സാധിക്കും. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഏറ്റവും വലിയ സ്ഥിരം ബണ്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി ഇവിടെ തുടക്കം കുറിച്ച് അതിന് ഏകദേശം 4 കോടിയോളം രൂപ ഇവിടെ ചെലവിട്ടു. ഇപ്പോൾ അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മൊയ്തീൻ ഹാജി ചാല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സുബൈർ പടുപ്പ്, മുസ്തഫ തേരാവളപ്പ്, അനീഫ് കടപ്പുറം, അബുബക്കർ ഖാദിരി, ഹൈദർ കുളങ്ങര, CMA ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും കണ്ണുനീരും പ്രാർത്ഥനയും വെറുതെയായില്ല. സലീം സൂഫി മഞ്ചേശ്വരം ഗുഡ്ഡഗേരിയിലെ വീട്ടിലേക്ക് തിരിച്ചെത്തി. കഴിഞ്ഞ 17-ാം തീയതി വിവാഹ ആവശ്യത്തിനായി ഗുഡ്ഡഗേരിയിൽ നിന്നും ഉപ്പളയിലേക്ക് വസ്ത്രങ്ങൾ വാങ്ങുവാൻ പോയപ്പോഴായിരുന്നു സലീം സൂഫിയെ കാണാതായത്. ബന്ധുക്കളുടെ പരാതിയിൽ സലീം സൂഫിയുടെ തിരോധാനം പോലീസ് അന്വേഷിച്ചു വരവെ കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സൂഫിയെ കണ്ടെത്തിയത്. തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന മഞ്ചേശ്വരത്തെ മൻസൂർ, നൌഷാദ് എന്നിവരാണ് സലീം സൂഫിയെ ദുരൂഹ സാഹചര്യത്തിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തിയത്. പിന്നീട് ബന്ധുക്കളെ വിവരമറിയിച്ച് സലീം സൂഫിയെ നാട്ടിലെത്തിച്ചു. മാനസിക നില നഷ്ടപ്പെട്ടതുപോലെയാണ് ഇപ്പോൾ സലീം സൂഫി പെരുമാറുന്നത്. ഉപ്പളയിൽ നിന്നും പരിചയപ്പെട്ട അപരിചിതൻ തന്നെ രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകുകയായിരുന്നുവെന്നും അവിടെ നിന്നും രക്ഷപ്പെട്ട് കോഴിക്കോട്ടേക്ക് എത്തുകയായിരുന്നുവെന്നുമാണ് നേരിയ ഓർമ്മയുടെ വെളിച്ചത്തിൽ സലീം സൂഫി പറയുന്നത്. എന്നാൽ ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിക്കുവാൻ ബന്ധുക്കളോ പോലീസോ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 17-ാം തീയതി ആ സലൂരിൽ നിന്ന് ഇറങ്ങുകയും അതിനുശേഷം ഒരാൾ വന്ന് അവനോട് സംസാരിച്ചത് മാത്രമാണ് അവന് ഓർമ്മയുള്ളത്. അവൻ്റെ കയ്യിൽ 33,000 രൂപയും അര പൗണ്ടിൻ്റെ 2 കോയിൻസും അതുപോലെ തന്നെ ഒരു മൊബൈലും ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും ഇപ്പോൾ അവൻ്റെ കയ്യിലില്ല. അതൊക്കെ നഷ്ടപ്പെട്ട രീതിയിലാണുള്ളത്. ഏതോ ഗുണ്ടാ സംഘം എന്ന് തന്നെ പറയാം ആണ് ഇതിൻ്റെ പിന്നിലെന്ന് സംശയിക്കുന്നു. ശനിയാഴ്ച സലീം സൂഫിയെ കോടതിയിൽ ഹാജരാക്കി. തിരോധാനവുമായി ബന്ധപ്പെട്ട് ഊർജിതമായ അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തല്ലിക്കൊല്ലുവാനും തമ്മിലടിപ്പിക്കാനുമല്ല ഗുരുവായൂരിൽ സത്യാഗ്രഹ സമരം നടത്തിയതെന്ന് R. ബാലകൃഷ്ണപിള്ള പറഞ്ഞു. NSS കരയോഗം ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹൈദരലിയെയും ടിപ്പു സുൽത്താനെയും തോൽപ്പിച്ച് ഓടിച്ച പാരമ്പര്യമാണ് തിരുവിതാംകൂറിലെ നായർ സമുദായത്തിനുള്ളത്. അത്രമാത്രം പാരമ്പര്യമുള്ള നായർ സമുദായത്തെ എല്ലാവരും അവഗണിക്കുകയാണെന്ന് മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ R. ബാലകൃഷ്ണപിള്ള പറഞ്ഞു. കൊടുക്കാൻ വേണ്ടി ജനിച്ചവനാണ് നായർ, വാങ്ങാൻ വേണ്ടി ജനിച്ചവനല്ല. എല്ലാവരും മനസ്സിലാക്കണം, നമ്മുടെ കയ്യിലുള്ളത് അന്യർക്ക് കൊടുത്തതല്ലാതെ അന്യരുടെ കയ്യിലുള്ളത് ഒന്നും പിടിച്ചു വാങ്ങാത്ത ഇന്ത്യയിലെ ഏക സമുദായം നായർ സമുദായത്തിന്റെ NSS എന്ന് പറയുന്നതും നായരുമാണ്. നമുക്കുണ്ടായിരുന്ന അവകാശങ്ങളെല്ലാം അന്യർക്ക് കൊടുക്കുകയായിരുന്നു. വഴി നടക്കാൻ അവകാശമില്ലായിരുന്ന വിഭാഗങ്ങൾക്ക് വഴി നടക്കാനും നമ്മുടെ അധീനതയിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങളിൽ കയറി ആരാധിക്കാനും അവകാശം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം മുന്നോട്ട് വന്നത് ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികൾ എന്ന് പറയുന്ന അതിപ്രഗൽഭനായ ആധ്യാത്മിക ആചാര്യനായിരുന്നു. ചങ്ങനാശ്ശേരിയിലെ സുകുമാരൻ നായർക്ക് രാഷ്ട്രീയം പറയരുത് എന്നാണ് ചിലരുടെ വാദം.
ഇടുക്കിയിലെ പള്ളി വികാരിമാർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിൽ ആരും ഒരു തെറ്റും കാണുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മുന്നോക്കക്കാരിലെ പാവപ്പെട്ടവർക്ക് സംവരണം നൽകണമെന്ന ആവശ്യം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചത് NSSന്റെ ശ്രമഫലമായെന്നും അദ്ദേഹം പറഞ്ഞു. പെരിയയിലെ NSS കരയോഗം കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ NSS കരയോഗം പ്രസിഡന്റ് T. പീതാംബരൻ നായർ അധ്യക്ഷത വഹിച്ചു. NSS കരയോഗം ജനറൽ സെക്രട്ടറി P. കുഞ്ഞിരാമൻ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം താലൂക്ക് യൂണിയൻ അംഗം PU ഉണ്ണികൃഷ്ണൻ നായർ നിർവഹിച്ചു. P. ഗംഗാധരൻ നായർ, പ്രഭാകരൻ നായർ, മോഹൻകുമാർ, സരസ്വതി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ പ്രമോദ് പെരിയ സ്വാഗതവും സുശീലാമ്മ നന്ദിയും പറഞ്ഞു. പരിപാടിക്ക് മുന്നോടിയായി പെരിയ ടൗണിൽ നിന്നും ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് സുരഭി ഓഡിറ്റോറിയത്തിന് സമീപം ഒരുക്കിയ സ്ഥലത്ത് NSS മന്ദിരത്തിനായി തറക്കല്ലിട്ട ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. പൈക്കം പടിഞ്ഞാർ വീട് തറവാട് വിഷ്ണുമൂർത്തി സ്തംഭപ്രതിഷ്ഠയ്ക്കും തെയ്യങ്കേട്ട് മഹോത്സവത്തിനും ശനിയാഴ്ച തുടക്കം കുറിക്കും. ബ്രഹ്മശ്രീ ഉളിയ വിഷ്ണു ആശ്ര തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹോത്സവം നടക്കുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായി വിഷ്ണുമൂർത്തി, കുറത്തിയമ്മ, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. മാരുതി കാറിലും ഓട്ടോയിലും കടത്തുകയായിരുന്ന മണൽ പിടിച്ചു. തായ്ലങ്ങാടിയിലായിരുന്നു മണൽവേട്ട. കാറ്റിലും മഴയിലും ബദിയടുക്കയിൽ വീട് തകർന്നു. മൂക്കമ്പാറയിലെ രോഹിണിയുടെ വീടാണ് തകർന്നത്. അണ്ടർ 14 സമ്മർ ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പ് തിങ്കളാഴ്ച തുടങ്ങും. 20 വരെ നീണ്ടുനിൽക്കും. ബോവികാനം വെൽവിഷർ ക്ലബിന്റെ പ്രീമിയർ ലീഗ് ഫുട്ബോൾ 11 നടക്കും. രാത്രി 7 മണി മുതൽ മൗലാന അബ്ദുൽ കലാം ആസാദ് സ്റ്റേഡിയത്തിലാണ് മത്സരം. കടവുകളിൽ നിന്നും മണൽ വാരുന്നത് നിരോധിച്ചതിനെതിരെ INTUC നടത്തുന്ന സമരത്തിന് ജനപിന്തുണയേറുന്നു. കാഞ്ഞങ്ങാട്ടെ സമരപന്തലിലേക്ക് കൂടുതൽ തൊഴിലാളികളെത്തി. കഴിഞ്ഞ 26-നാണ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ INTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം തുടങ്ങിയത്. കടവുകളിലെ മണൽവാരൽ നിരോധനം പിൻവലിക്കുക, മണൽക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് INTUC പ്രവർത്തകർ സമരം നടത്തുന്നത്. നിർമ്മാണ മേഖലയിലെ സ്തംഭനാവസ്ഥയ്ക്ക് പരിഹാരം കാണാനാണ് ഗാന്ധിയൻ രീതിയിലുള്ള സമരവുമായി രംഗത്ത് വരാനിടയായതെന്ന് INTUC ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ചന്ദ്രശേഖരൻ തൃക്കണ്ണാട് പറഞ്ഞു. നിരോധനം മുഴുവനെടുത്തു കഴിഞ്ഞ് കാസർഗോഡ് വരികയും അതിന് പ്രതിഷേധമായിട്ടാണ് റിലേ സത്യാഗ്രഹ സമരം ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ 26-ാം തീയതി മുതൽ ഇങ്ങോട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച 5-ാം തീയതി വരെ നീണ്ടു നിൽക്കാനാണ് സാധ്യത. ഇന്ന് 2:30 മണിക്ക് CMന്റെ കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവരെ അവർ നിയമ നേതാക്കൾക്ക് പോയിരിക്കുന്നു. ഇവർ 2:30 മണിക്ക് കലക്ടറേറ്റ് സാന്നിധ്യത്തിൽ ചർച്ച തുടരും. അതിന് വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സമരം പിൻവലിക്കും. അല്ലെങ്കിൽ 5-ാം തീയതി വരെ നീണ്ടുപോകും. 5-ാം തീയതി കഴിഞ്ഞില്ലെങ്കിൽ നിരാഹാര സത്യാഗ്രഹം INTUC ജില്ലാ പ്രസിഡന്റ് അവരുടെ സാന്നിധ്യത്തിൽ നടത്താൻ തീരുമാനിച്ചു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് സമരപന്തലിലെത്തുന്നത്. ശനിയാഴ്ച ചെറുവത്തൂർ മയ്യച്ചയിലെ സ്ത്രീ തൊഴിലാളികൾ സത്യാഗ്രഹ സമരത്തിനെത്തി. അതിനിടെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നേതാക്കളും ജില്ലാ കലക്ടറും ഉൾപ്പെടെ ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല. വിജയം വരെയും സമരം നടത്തുമെന്നാണ് INTUCയുടെ നേതൃത്വത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ TV മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വൈദ്യുതി വകുപ്പിന്റെ ഉറപ്പ്. നിരാഹാര സമരം അവസാനിപ്പിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനകത്തേക്ക് ശനിയാഴ്ച ഉച്ചവരെ സ്വകാര്യ ബസ്സുകൾ കയറുന്നത് നിർത്തിവെച്ചു. നഗരസഭയും സ്വകാര്യ ബസ് ഉടമകളും നടത്തിയ ചർച്ചയെ തുടർന്ന് സമരം പിൻവലിച്ചു. സ്വകാര്യ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറി തുടങ്ങി. 10-നകം റോഡ് പണി തീർക്കുമെന്ന് നഗരസഭ. കർഷകരുടെ കണ്ണുനീരൊപ്പുവാൻ പാടിയിലെ വെള്ളരിപ്പാടത്ത് പഞ്ചായത്ത് ഭരണാധികാരികളും കൃഷിവകുപ്പ് അധികൃതരും എത്തി. വെള്ളരിക്ക് വിപണി സൗകര്യം ഒരുക്കുമെന്നും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുവാൻ നടപടി സ്വീകരിക്കുമെന്നും അധികൃതരുടെ ഉറപ്പ്. KCN ഇംപാക്ട്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. ചാർജ് വർധനയടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കാസർകോട്ടെ ഉപ്പുവെള്ള വിതരണം. പ്രതിഷേധാഗ്നി തീർത്ത് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് ബഹുജന മാർച്ച്.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.